പിന്നെ 2 ബട്ടൺ മഷ്റൂമിൻ്റെ പാക്കറ്റ് കൊണ്ടുവന്നു. അപ്പോൾ വിചാരിച്ചു അതുകൊണ്ടൊരു ഡ്രൈ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ അതിൻ്റെ കൂടെ നോക്കുമ്പോൾ കുറച്ച് ഉള്ളിത്തണ്ടും കൂടി ഇരിക്കുന്നുണ്ട്, നമ്മളെ സ്പ്രിംഗ് ഒനിയൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം മേടിച്ച് വെച്ചതിൻ്റെ ബാക്കിയാണേ. അപ്പോൾ രണ്ടും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നേരത്തേക്കുള്ള ഫുഡിനുള്ള വകയായി എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ അത് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുന്നോർത്തുകൊണ്ട് അതെല്ലാം നല്ലപോലെ വൃത്തിയാക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് വെറുതെ ഈ നാര് ഉപയോഗിച്ചിട്ട്, സ്റ്റീൽ നാര് ഉപയോഗിച്ചിട്ട് നമുക്ക് ടാപ്പിൻ്റെ കീഴെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വേഗം വൃത്തിയായി കിട്ടും. ഞാൻ അതിൻ്റെ തോലെല്ലാം നല്ലപോലെ കളഞ്ഞ് അങ്ങനെയാണ് ഞാൻ വൃത്തിയാക്കി എടുക്കുക. ടാപ്പിൻ്റെ കീഴെ വെച്ച് വൃത്തിയാക്കാൻ എനിക്കെന്തോ അത്ര തോന്നില്ല. അല്ലാതെ തന്നെ തോലെല്ലാം ഉരിച്ച് കളഞ്ഞിട്ടാണ് ഞാനത് എടുത്തിട്ടാണ് വൃത്തിയാക്കി എടുത്തത്. അതിൻ്റെ കൂടെ ഒരു വലിയ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളിൻ്റെ കൂടെ 2 പച്ചമുളക്, 2-3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഒരു കാപ്പിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കാപ്പിയൊക്കെ ചൂടാക്കി കാപ്പിയും കൂടി അതിൻ്റെ കൂടെ നടത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുളക് നമ്മൾ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ. ഉണക്കമുളക് ഉണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചാൽ ചില്ലി ഫ്ലേക്സ് ആയി. അപ്പോൾ അതും ഉണ്ട്. അപ്പോൾ ഏതായാലും കടുകൊക്കെ പൊട്ടിച്ച് തവ എടുത്ത് വെച്ച് കടുകൊക്കെ പൊട്ടിച്ച് ഈ ഉള്ളി സ്പ്രിംഗ് ഒനിയൻ്റെ അറ്റത്ത് ഉള്ളീൻ്റെ കഷ്ണം ഉണ്ടാവും. ആ ഉള്ളിയൊക്കെ ഞാൻ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഉള്ളിയും സാധാരണ നമ്മളെ ഉള്ളി എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്താക്കി, പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് എണ്ണയിലോട്ട് നല്ല ചൂടായ എണ്ണയിലോട്ട് ഒന്ന് വാട്ടി അതിൻ്റെ കൂടെ ആ മുറിച്ച് വെച്ച സ്പ്രിംഗ് ഒനിയൻ്റെ ഉള്ളിയും നമ്മളെ അല്ലാത്ത 2 ഉള്ളിയും എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. വഴറ്റുമ്പോൾ ഒരിത്തിരി ഉപ്പും കുരുമുളകും പിന്നെ അതിൻ്റെ കൂടെ 2 കറിവേപ്പിലയും എല്ലാം ഇട്ടങ്ങ് വഴറ്റിയേക്കുക. വേഗം തന്നെ ആവുന്നത്, നമുക്ക് വലിയ തലവേദനയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും, കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് വെച്ചുണ്ടാക്കി കഴിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് മുളക് പൊടി ഇപ്പോൾ പച്ചമുളക് ഇഷ്ടമില്ലാത്തവർക്ക് പച്ചമുളക് കടിക്കുമെന്നൊക്കെ ആണെങ്കിൽ ഈ മുളക് പൊടി ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ കടിക്കുമല്ലോ, അതിന് പകരമായിട്ട് മുളക് പൊടി ചേർത്താലും മതി. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് നല്ലപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. വേഗമായി കിട്ടും, നമുക്ക് വേഗമായി കിട്ടുകയും ചെയ്യും. വേഗം തന്നെ അത് അതിനകത്ത് വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് ആ വെള്ളം ഒന്ന് വറ്റിക്കിട്ടേണ്ട താമസം അതിനൊപ്പം അത് വെന്തിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി തോർത്തിയെടുക്കാറാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം, നമ്മൾ ഈ മുറിച്ച് വെച്ചേക്കുന്ന ഉള്ളിത്തണ്ടുണ്ടല്ലോ, ആ ഉള്ളിത്തണ്ടും കൂടെ ഇതിനകത്തോട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. ഉള്ളിത്തണ്ടൊന്ന് വാടിയാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഉള്ളിത്തണ്ടിന് വേവില്ലാത്തതുകൊണ്ട് ലാസ്റ്റ് ഇട്ടാൽ മതി. അതിൻ്റെ കൂടെ നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി വറ്റിച്ചെടുക്കുക. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വേഗം തന്നെ ആക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.